സൈക്കിളിലേക്ക് മടങ്ങുക എന്ന സന്ദേശവുമായി ശ്രദ്ധേയനാവുകയാണ് മണ്ണുത്തി സ്വദേശി ജോസഫ്. ജോസഫ് സൈക്കിളിൽ പിന്നിടുന്നത് ദിവസവും 100-ലേറെ കിലോമീറ്റർ. പട്ടിക്കാട് പീച്ചി റോഡ് ടാറിംഗ് ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് CPM. സൈക്കിളിലേക്ക് മടങ്ങുക എന്ന സന്ദേശം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നൽകി ശ്രദ്ധേയനാവുകയാണ് മണ്ണുത്തി സ്വദേശി ജോസഫ്. LIC ചീഫ് അഡ്വൈസറായ ജോസഫ് ഒരു ദിവസം 100-ലേറെ കിലോമീറ്ററാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. സാധാരണക്കാരന്റെ വാഹനമായി എക്കാലത്തും അറിയപ്പെട്ടിരുന്ന സൈക്കിളിന്റെ ഗുണവിശേഷങ്ങളും സൈക്ലിങ്ങിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ശരിയായ ശരീര വ്യായാമ ശാസ്ത്രവും പരിചയപ്പെടുത്തുവാൻ മണ്ണുത്തി സ്വദേശി ഇന്ധന വിലക്കയറ്റവും മോട്ടോർ വാഹനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റവുമൊക്കെയാണ് സൈക്കിളിനെ സാധാരണക്കാരന്റെ വാഹനമാക്കിയത്. ജീവിതചക്രങ്ങളുടെ വേഗപ്പാച്ചിലിൽ വേഗതയെന്നത് സമയത്തെ വെല്ലാനുള്ള അസ്ത്രമായി കണക്കാക്കി ജീവിതത്തിന് വേഗത വേണമെന്ന് ചിന്തിച്ചവർ യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കേവലം മാനുഷിക ശേഷിയിൽ സഞ്ചരിക്കുന്ന സൈക്കിളിനെ ഒഴിവാക്കി. പക്ഷേ അപ്പോഴും സൈക്കിളുകൾ ജനകീയമായി തുടരാൻ കാരണം ഒതുക്കമുള്ളതും അപകടങ്ങളിൽ പെടാത്തതും ട്രാഫിക് പോലീസുകാരൻ കൈകാണിക്കാത്തതും ഇന്ധനവില തലവേദനയായി മാറാത്തതുമായ അതിൻ്റെ സവിശേഷ സ്വഭാവങ്ങളാണ്. സൈക്കിൾ വ്യവസായം മുൻ കാലഘട്ടത്തെ അപേക്ഷിച്ച് മന്ദഗതിയിലാണെങ്കിലും പ്രത്യേകത എന്നത് വിൽക്കപ്പെട്ട സൈക്കിളുകൾ ഇപ്പോഴും ലഘുയാത്രകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. പുതിയ സൈക്കിളുകൾ വിൽക്കപ്പെടുന്നത് ഭൂരിപക്ഷവും വിദ്യാർത്ഥികൾക്കായാണ്. തങ്ങളുടെ പഠനയാത്രകളുടെ വാഹനമായി നിറപ്പകിട്ടുള്ളതും നൂതനവുമായി സൈക്കിളുകൾ വാങ്ങി ഷൈൻ ചെയ്യുന്ന ഒരുപാട് കൗമാരങ്ങൾ നമ്മുടെ വീഥികളിലെ വർണ്ണങ്ങളാണ്. സൈക്കിളുകൾ അറുപഴഞ്ചൻ സംസ്കാരമല്ലെന്നും വിനോദോപാധിയായി സ്വീകരിക്കാമെന്നും അതല്ല വ്യായാമോപാധിയായി സ്വീകരിക്കാമെന്നും തെളിയിക്കാൻ തന്നെയാണ് ജോസഫിന്റെ ശാഠ്യം. വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നത് അതേപോലെ തന്നെ അത്രയും രസകരമായ ഒരു സംഭവമാണ് ശരിക്കും സൈക്ലിങ്. കാരണം വെച്ചാൽ സൈക്കിൾ എടുത്തപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അതിരപ്പള്ളി വരെ സൈക്കിളുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായിരിക്കും, അത് വളരെ രസകരമായിരിക്കും. പക്ഷെ അതിനോടൊരു താല്പര്യം നമുക്ക് തോന്നണം. പക്ഷെ ഇതാരും നമ്മളങ്ങനെ നിർബന്ധിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്വന്തം എന്താ പറയുക, ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളിതിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന് നമുക്ക് ഇത്തിരി രസകരമാക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. സൈക്കിളുകളെ തളർത്തിക്കളയുന്നത് വേഗത കുറവാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ജോസഫ് സൈക്കിളിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ തിരഞ്ഞ് യാത്രയായി. പണമിത്തിരി ചെലവായാലും കുഴപ്പമില്ല, പവർ വരട്ടെ, അതിലാണ് കാര്യം. മണ്ണുത്തി മൈത്രി നഗറിലെ സ്വന്തം വസതിയിൽ നിന്നും എന്നും പുലർക്കാലെ സൈക്ലിങ്ങിനായി ഇറങ്ങുന്ന ജോസഫ് തിരഞ്ഞെടുക്കുന്ന വഴിയുടെ ദൂരവും യാത്രയും വേഗവും അതിശയിപ്പിക്കുന്നതായിരുന്നു. മണ്ണുത്തിയിൽ നിന്നും ആലത്തൂരും മണ്ണുത്തിയിൽ നിന്ന് എറണാകുളവും ജോസഫിന്റെ യാത്രയിൽ പുതുമയൊന്നുമല്ല. രാവിലെ ഏകദേശം 1 മണിക്കൂർ സൈക്ലിങ്ങിനായി മാറ്റിവെക്കുക, അത് നൽകുന്ന ശരീരോന്മേഷം കാഴ്ചക്കാരിലേക്കും പകരുക, സൈക്ലിംഗ് വ്യായാമത്തിന്റെ അനന്ത സാധ്യതകളെ പരിചയപ്പെടുത്തുക, ഇതൊക്കെ ഒരു ജീവിതചര്യ പോലെ ഏറ്റെടുത്തിരിക്കുന്നു ജോസഫ്. ശരിക്കും റോഡിൽ സൈക്കിൾ ഇറക്കിയിട്ട് ശരിക്കും ഒരു 2 years ആയിട്ടുള്ളൂ. 2 years ആയിട്ടാണ് ഇപ്പോൾ ഈ സൈക്ലിംഗ് ഇങ്ങനെ ഇത്രയും വിഗറസ് ആയിട്ട് ഞാൻ പോണത്. അതിലിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ലുലു മോളിൻ്റെ അവിടെ പോയി. ഏകദേശം ഇവിടുന്ന് മണ്ണുത്തിന്ന് ഒരു 8:30 സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 12:45 ഇപ്പോൾ ഞാൻ എറണാകുളത്ത് പോയിട്ട് ഇവിടെ
മണ്ണുത്തിൽ തിരിച്ചെത്തി. പാലക്കാട് വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്ന സമയത്ത് ഈ സൈക്കിൾ കൊണ്ട് ആ വഴിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇത്തിരി ടയറൊക്കെ നല്ല കനത്തുള്ള വേറൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ എടുത്ത് ഞാൻ ആലത്തൂർ വരെ, ആ റോഡ് മോശമുള്ള സമയത്ത് ഞാൻ ആലത്തൂർ വരെ ഒരു വഴി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാനും മോശം റോട്ടിൽ കൂടെ സൈക്കിൾ ചവിട്ടുമ്പോഴുള്ള ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആലത്തൂർ വരെ പോയിട്ട് ഒരു ദിവസം വന്നു. യൂത്തിന് പ്രചോദനം നൽകാനായി അവരുടെ സമയം തിരഞ്ഞെടുത്ത് സൈക്ലിങ്ങിന് ഇറങ്ങുമെന്ന് പറയുന്ന ജോസഫ് ശരിയായ സൈക്ലിങ്ങിന്റെ ഒരു സംസ്കാരം വളർന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് രീതികളും അമിത ഭക്ഷണപ്രിയവും വ്യായാമം ഒട്ടുമില്ലാത്ത ജീവിതവും അനേകരെ രോഗങ്ങളിലേക്കും ദുർമേധസ്സിലേക്കും കടത്തിവിടുമ്പോൾ നന്മയുടെ ഇത്തിരി വെട്ടമായി സൈക്കിൾ വ്യായാമത്തെ പരിചയപ്പെടുത്തുകയാണ് ജോസഫ്. വിദേശങ്ങളിൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കുന്നതുപോലെ കേരളത്തിലും സൗകര്യം ഒരുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ജോസഫ്. റൗണ്ടാണ് ഏറ്റവും സേഫ് ആയിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. കാരണം റൗണ്ടില് വണ്ടികളുടെ 35 സ്പീഡോമീറ്റർ 35 കിലോമീറ്റർ മീതെ പോകാൻ പാടില്ല എന്ന് അവർ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.